പ്രവാസി പണത്തിന്റെ പച്ചയിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കള്ളപ്പണം കടത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഫോറിൻ ടൂറും പ്രവാസവും മറയാക്കി സംസ്ഥാനത്തെ ഒറ്റ ബാങ്കിലൂടെ മാത്രം പുറത്തേക്ക് പോയത് 2700 കോടി രൂപ. NRI അക്കൗണ്ടിൽ നിന്ന് വിദേശ അക്കൗണ്ടിലേക്ക് പണം അയക്കാനുള്ള റീപാട്രിയേഷൻ സൗകര്യമാണ് ദുരുപയോഗിച്ചത്. വ്യാപാര ചുങ്ക ചർച്ചയിൽ ഇന്ത്യയെ മെരുക്കാൻ സമ്മർദ്ദം ശക്തമാക്കി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കമേ പാടില്ല എന്നാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് നികുതി 20% താഴെയാക്കാം. തത്തുല്യ ചുങ്കമെന്ന് പറഞ്ഞു തുടങ്ങിയ വിലപേശൽ എത്തി നിൽക്കുന്നത് അവിടെ. പ്രതിരോധ ഓഹരികളുടെ കുതിച്ചുകയറ്റ കാലം കഴിഞ്ഞു. മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ മാസം ഇത്തരം 9 ഓഹരികളിൽ നിന്ന് പിൻവലിച്ചത് 1700 കോടി രൂപ. സർക്കാർ സൈനിക ചെലവ് കൂട്ടുകയാണെങ്കിലും തൂക്കത്തിനൊത്ത വിധമല്ല ഓഹരി വിലയെന്നാണ് കാഴ്ചപ്പാട്. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് 21 വരെ നീളുന്ന സമ്മേളനത്തിൽ ആദായ നികുതി, ടാക്സേഷൻ നിയമ ഭേദഗതി, ഷിപ്പിംഗ്, തുറമുഖ ബില്ലുകൾ അടക്കം നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പരിഗണനയ്ക്ക്. 12% സ്ലാബ് മാറ്റി GST പരിഷ്കരിക്കുന്ന പദ്ധതി കേന്ദ്രം ഓഗസ്റ്റിൽ GST കൗൺസിലിന് മുമ്പാകെ എത്തിക്കാനും പോകുന്നു. ലോകത്തെ അതിസമ്പന്നരുടെ ബ്ലൂംബർഗ് സൂചികയിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗിന് 3ാം സ്ഥാനം നഷ്ടമായി. ഒറാക്കിൾ കോർപ്പറേഷൻ ചീഫ് ടെക്നോളജി ഓഫീസറും 80-കാരനുമായ ലാറി എല്ലിസൺ നേരിയ വ്യത്യാസത്തിൽ ആദ്യമായി ഈ സ്ഥാനത്ത്. രൂപ കണക്കിൽ 22 ലക്ഷം കോടിയോളം ആസ്തിയുള്ള സക്കർബർഗിന് പ്രായം 41. നന്നാകാൻ ഇനിയുമുണ്ട് സമയം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.